ഇതിപ്പോ നമ്മുടെ വേൾപൂളിന്റെ ഒരു ഇൻഡക്ഷൻ ആണ്. ഇതിപ്പോ ഇത് 2 സോൺ വർക്ക് ചെയ്യുന്നതാണ്. ഇത് 4 സോണിന്റെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും PCB കാര്യങ്ങളൊക്കെ, അതായത് മെയിൻ PCB ടച്ച് PCB ഒക്കെ മാറ്റുമ്പോഴത്തേക്കും ഇതിനകത്തൊരു എറർ കോഡ് കാണിക്കും. F7 എന്നുള്ളൊരു എറർ കോഡ് കാണിക്കും, അല്ലെങ്കിൽ F01 അങ്ങനെയൊക്കെയുള്ള എറർ കോഡുകൾ കാണിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ മെയിൻ PCBയും ഈ 2 PCBയും തമ്മിൽ നമ്മൾ ഇതിനൊന്ന് കോൺഫിഗറേഷൻ ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണെന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. അതിന്റെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു സ്റ്റിക്കറിനകത്ത് 01 എന്നും പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ ഒരു കോൺഫിഗറേഷൻ കോഡ് എന്ന് പറയുന്നത്. ഈ കോഡ് അടിച്ചിട്ട് കോൺഫിഗറേഷൻ ചെയ്താൽ മാത്രമേ ഇത് വർക്കിംഗ് ആകുള്ളൂ. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇത് കോൺഫിഗറേഷൻ കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോ ഇത് ഓണാക്കാതെ തന്നെ ഡിസ്പ്ലേയിൽ F7 എന്നുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഈ മൈനസ് പ്ലസ് ആദ്യം 1 മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഈ ലോക്ക് ബട്ടൺ നെക്കി കഴിയുമ്പോൾ, ഇതിപ്പോ ഇതിനകത്ത് വരാത്തത് ഇതിനകത്ത് അങ്ങനത്തെ ഒരു ഫോൾട്ട് ഇല്ലാത്തതുകൊണ്ടിട്ടാണ്. നെക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെ CO എന്നും പറഞ്ഞ സംഭവം വരും. സിയും വരും, ഓയും വരും. അപ്പൊ തന്നെ ഒന്നുകൂടി ഈ ലോക്ക് ബട്ടണിൽ കൺഫേം ചെയ്യുക. അങ്ങനെ കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ കോഡ് അടിക്കാനുള്ള ഓപ്ഷൻ കാണിക്കും. അതായത് നമ്മൾ കുറച്ച് മുമ്പ് 01. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഈ സോൺ സെലക്ട് ചെയ്തിട്ട് ഇവിടെ 0 വന്നില്ലേ, അടുത്ത സോൺ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതിനെ ഒന്നാക്കുക, ഇങ്ങനെ ഒന്നാക്കുക. എന്നിട്ട് ഈ ലോക്ക് ബട്ടൺ അങ്ങനെ നിൽക്കുക. ലോക്ക് ബട്ടൺ നെക്കി കഴിയുമ്പോൾ അത് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മെയിൻ PCBയും ടച്ച് PCBയും തമ്മിൽ കോൺഫിഗറേഷൻ ആവും. പിന്നെ അതുകൂടാതെ ഇനി ഇത് 2-3 പ്രാവശ്യം ചെയ്തിട്ട് ആയില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഇതിപ്പോ CO വന്നില്ലേ, CO വന്നു കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ എന്താ വെച്ചാൽ വേറെ കൺഫേം ചെയ്യരുത്. കൺഫേം ബട്ടൺ ഇതാണ്. അപ്പൊ കൺഫേം ചെയ്യരുത്, പ്ലസ് നിൽക്കുക. പ്ലസ് നിൽക്കുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്നത് DE എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. ഇവിടെയും DE എന്ന് കാണിക്കും. അപ്പൊ ആ DE കാണിക്കുമ്പോൾ ഇതുമേൽ ലോക്ക് ബട്ടൺ നിൽക്കുക. അപ്പൊ ലോക്ക് ബട്ടൺ നിൽക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും എറർ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ DE കൊടുത്തു കഴിഞ്ഞിട്ട് ലോക്ക് ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും. എന്നിട്ട് തിരിച്ച് നമ്മൾ നേരത്തെ മുമ്പ് എടുത്ത പോലെ മൈനസ് പ്ലസ് അടിച്ചിട്ട് CO വരുമ്പോൾ കൺഫേം ചെയ്യുക. പിന്നെ നമ്മൾ ഇവിടെ സോൺ എടുത്തിട്ട് 0, പിന്നെ ഇവിടെ സോൺ എടുത്തിട്ട് 1 ലോക്ക് ബട്ടൺ. അപ്പോൾ അത് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി.